ഏഷ്യ റൈസിംഗ് സ്റ്റാർ ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ ഇന്ത്യ എ ടീം കടക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. ടൂർണമെന്റിൽ ഇപ്പോൾ ഇന്ത്യയുടെ 2 മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ 2 മത്സരങ്ങളുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വമ്പൻ വിജയം നേടി. രണ്ടാം മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു. ആദ്യ മത്സരത്തിൽ യുഎഇക്കെതിരെ ഇന്ത്യ മികച്ച വിജയം തന്നെയായിരുന്നു നേടിയിരുന്നത്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കൗമാര താരമായ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നമ്മൾ കണ്ടു. യുഎഇക്കെതിരെ നടന്ന മത്സരത്തിൽ താരം സെഞ്ചുറി നേടി 144 റൺസായിരുന്നു താരം നേടിയത്. കൂടാതെ ഇന്ത്യയുടെ ക്യാപ്റ്റനായ ജിതേഷ് ശർമ്മയും മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു ആ ഒരു മത്സരത്തിൽ നടത്തിയത്. പുറത്താകാതെ 83 റൺസായിരുന്നു താരം നേടിയത്. അങ്ങനെ ആദ്യ മത്സരത്തിൽ യുഎഇക്കെതിരെ വിജയം നേടിയ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാന്റെ മുമ്പിൽ അടിതെറ്റി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യ വിജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും ആയിരുന്നത്. എന്നാൽ 8 വിക്കറ്റിനായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ആ ഒരു മത്സരത്തിൽ മികച്ച ഒരു സ്കോർ പോലും കണ്ടെത്താൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിരുന്നില്ല. 136 റൺസിനാണ് പാകിസ്ഥാൻ ഇന്ത്യയെ പുറത്താക്കിയത്. അതിനുശേഷം 2 വിക്കറ്റ് നഷ്ടത്തിൽ അവർ വിജയ റൺ മറികടക്കുകയും ചെയ്തു. അങ്ങനെ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ 2 പോയിന്റുമായി 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് പാകിസ്ഥാനാണ്. അവർ തുടർച്ചയായ 2 മത്സരങ്ങൾ വിജയിച്ച് സെമി ഫൈനലിൽ കടന്നിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് സെമി ഫൈനൽ ഉറപ്പിക്കണമെങ്കിൽ ഇന്ന് നടക്കുന്ന നിർണായകമായ മത്സരത്തിൽ ഒമാനെതിരെ വിജയം വേണ്ടിവരും. ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് 4 പോയിന്റോടുകൂടി തന്നെ സെമി ഫൈനലിൽ പ്രവേശിക്കാൻ വേണ്ടി കഴിയും. വെള്ളിയാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ പാകിസ്ഥാൻ ആയിരിക്കും അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഗ്രൂപ്പ് ഘട്ടത്തിലേറ്റ തോൽവിക്ക് പാകിസ്ഥാനോട് കണക്ക് തീർക്കാൻ ഇന്ത്യക്ക് പറ്റിയ അവസരമാണ് സെമിയിൽ ലഭിക്കുക. ഫൈനൽ നടക്കുന്നത് ഞായറാഴ്ചയാണ്. ഇതുകൂടാതെ നമ്മുടെ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2ാം ടെസ്റ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ കളിക്കുമോ എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുമ്പിൽ പരാജയപ്പെട്ടിരുന്നു. 30 റൺസിനായിരുന്നു സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ തോൽപ്പിച്ചത്. ആ ഒരു മത്സരത്തിനിടയിലായിരുന്നു ഇന്ത്യക്ക് നിരാശ നൽകിക്കൊണ്ട് ഇന്ത്യയുടെ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ പരിക്ക് പറ്റി പുറത്തുപോയതും ആശുപത്രിയിൽ അഡ്മിറ്റായതും. ഇപ്പോൾ താരം ആശുപത്രിക്ക് വിട്ടിരിക്കുകയാണ്. എന്നാൽ 2ാം ടെസ്റ്റ് ശനിയാഴ്ചയാണ് ആരംഭിക്കുന്നത്. ആ ഒരു ടെസ്റ്റ് മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് 2 മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക 1-0 മുന്നിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ പരമ്പര സമനില പിടിക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്. കാരണം പരമ്പര കൈവിട്ട് കഴിഞ്ഞാൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഫൈനലിലെത്താനുള്ള ഇന്ത്യയുടെ പ്രതീക്ഷകൾക്കൊക്കെ ചെറിയൊരു മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിന്റ് ടേബിളിൽ ഇന്ത്യക്ക് ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഒരു സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ആദ്യ ടെസ്റ്റിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇന്ത്യക്കൊരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ 2ാം ടെസ്റ്റ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ മത്സരമാണ്. ആ ഒരു മത്സരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ കളിക്കുമോ എന്നുള്ളതാണ് ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത്. എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗിൽ കളിക്കാൻ സാധ്യതയില്ല. ടീമിനോടൊപ്പം താരമുണ്ടാകും, പക്ഷേ താരം കളിക്കാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ശുഭ്മാൻ ഗിലിന് പകരമായിട്ട് പാതി മലയാളിയായ ദേവദത്ത് പടിക്കലിനെ ആയിരിക്കും പ്ലെയിൻ 11-ൽ ഇന്ത്യ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എന്നതാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും 2ാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം നേടാനും പരമ്പര സമനില പിടിക്കാനും കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.